മുമ്പിൽ ഈ ഉമ്മത്തിന്റെ വിഷയത്തിൽ നാണക്കേട് വരുത്താൻ പാടില്ലല്ലോ. അതുകൊണ്ട് എന്റെ മുത്ത റസൂലിന് സന്തോഷമുണ്ടാകട്ടെ, എന്റെ ആരംഭ റസൂലിന് ആനന്ദമുണ്ടാകട്ടെ. ഈ ഉമ്മത്തിൽപ്പെട്ട പ്രിയപ്പെട്ട റാബിയത്തിന്റെ പ്രവൃത്തി കണ്ട് പ്രവാചകന്റെ മനസ്സ് സങ്കടപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കോടതിയിൽ എനിക്ക് എന്റെ മുത്ത റസൂലിന്റെ മനസ്സിൽ ആനന്ദം കൊടുക്കാനാണ് ഇത്രത്തോളം ത്യാഗം ചെയ്ത് ഇബാദത്ത് ചെയ്യുന്നതെന്ന് പറയുമ്പോ, നിസ്കാരമില്ലാത്തവരെ, ഇബാദത്തില്ലാത്തവരെ, നബിദിനത്തിന് ചോറ് വെച്ച് കൊടുക്കാൻ വേണ്ടി പരിശ്രമിച്ചവരാ നിങ്ങൾ തെറ്റാണെന്ന് പറയുന്നില്ല. പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ പൊൻപ്രഭാതത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സലാത്ത് ചൊല്ലിയവരാ. അത് വേണ്ടെന്ന് നൗഷാദ് വാക്കിൽ പറയില്ല. ആഘോഷങ്ങൾ നടക്കട്ടെ, സന്തോഷങ്ങൾ പങ്കിടട്ടെ. പക്ഷേ മഹദിയായ റാബിയത്ത് റളിയല്ലാഹു അൻഹ പറഞ്ഞ പ്രധാനപ്പെട്ട വാക്ക് നിങ്ങളുടെ മനോമകരത്തിന്റെ ഉള്ളറയിൽ വരട്ടെ. ഈ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രഭയ്ക്ക് വേണ്ടി, പ്രകാശത്തിന് വേണ്ടി ത്യാഗം ചെയ്ത എന്റെ മുത്ത് റസൂലിന്റെ മുഖത്ത് പരലോകത്ത് നോക്കേണ്ടി വരുമ്പോ, എന്റെ ആരംഭ റസൂലിന്റെ മനസ്സിന്റെ സന്തോഷത്തിനാണ് ഞാൻ ഇത്രത്തോളം ത്യാഗം ചെയ്ത് ഇബാദത്ത് ചെയ്യുന്നതെന്ന് പറയുമ്പോ, എന്റെ മുമ്പിൽ ഇരിക്കുന്നവരെ, നിങ്ങളൊരു യഥാർത്ഥ പ്രവാചക പ്രേമിയാണെങ്കിൽ, നിങ്ങളൊരു യഥാർത്ഥ ആശിഖ് റസൂലാണെങ്കിൽ, നിങ്ങൾ ചൊല്ലുന്ന സലാത്തിന് അർത്ഥമുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്ന മദീനയുടെ മഹത്വത്തിന് പൊരുളുണ്ടെങ്കിൽ, ഒരു വഖത്ത് നമസ്കാരം നിങ്ങൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. ആരാധനയുടെ വിഷയത്തിൽ വിട്ടുവീഴ്ച വരുത്താൻ പാടില്ല. സഹോദരിമാര്, ഒരു തലമുടിനാരുടെ പോലും പുറത്ത് കാണിച്ചുകൊണ്ട് നടക്കാൻ പാടില്ല. ഒരു യതീമൻ കരയാൻ അനുവദിച്ചുകൂടാ. ഒരു പാവപ്പെട്ടവൻ ആക്രമിക്കപ്പെടാൻ അനുവാദം കൊടുത്തുകൂടാ. നിങ്ങൾ ഈ പറയുന്ന വാക്കുകൾ പ്രവാചക പ്രേമത്തിന്റെ ആഴത്തിൽ ഇറങ്ങിപ്പോയ സത്യസന്ധമായ വാക്കാണെങ്കിൽ, എന്റെ പട്ടാമ്പി പള്ളിപ്പുറത്ത് വന്ന ചെറുപ്പക്കാരാ, വ്യായാമത്തിന് വേണ്ടി പ്രവാചകന്റെ പ്രകീർത്തനം പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. മനസ്സ് തുറക്കട്ടെ, ഹൃദയം തുറക്കട്ടെ. മദീനയുടെ നിലാവ് മനസ്സിന്റെ അകത്ത് ഉദിച്ചു വരട്ടെ. അവിടെയാണ് ആരംഭ റസൂൽ വരുന്നത്. എന്തെല്ലാം ഈ പടച്ച തമ്പുരാന്റെ റസൂൽ നമുക്ക് തന്നിട്ട് പോയതാ. എണ്ണിയാ തീരുവോ എന്റെ മുമ്പിലിരിക്കുന്ന ഉമ്മത്തെ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്കും നിങ്ങൾക്കും തന്നിട്ട് പോയ സമ്മാനങ്ങളെ, സംഭാവനകളെ, ഹദിയകളെ, പ്രഭകളെ, പ്രകാശങ്ങളെ എണ്ണിയാ തീരുമോ പ്രിയപ്പെട്ടവരെ? രണ്ടു മദീനയുടെ മലംതെരുവുകൾക്കിടയിൽ കുറെ ആടുകൾ നിൽക്കുമ്പോൾ ഒരു അറാബിയാര മനുഷ്യനതുവഴി കടന്നു പോവുകയാണ്. എത്ര നല്ല ആടുകളാണ്, എത്ര വിലപിടിപ്പുള്ള ആടുകളാണ്. ഒരാളോട് ചോദിച്ചു, ഇത് മുഴുവനും ആർക്കുള്ളതാണ്? മദീനയുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധീനത്തുള്ളതാണ് ഈ ആടുകളെന്നൊരു സഹോദരൻ മറുപടി കൊടുത്തപ്പോ, അറാബിയാര മനുഷ്യൻ വന്ന് പ്രവാചകരോട് പറയുകയാ. കൂട്ടുകാരൻ ചോദിച്ചു, നീ എവിടെ പോവുകയാ? ഞാനാ മുഹമ്മദിനോട് ഈ ആടുകളെ ചോദിക്കാൻ പോവുകയാണ്. കൂട്ടുകാരൻ പറഞ്ഞു, നിനക്ക് ഭ്രാന്തുണ്ടോ? ഇത്രത്തോളം വിലപിടിപ്പുള്ള എണ്ണിയാരുടങ്ങാത്ത രണ്ട് മലയിടുക്കുകളുടെ ഇടയിൽ നിൽക്കുന്ന ആടുകളെ എന്ത് ധൈര്യത്തിലാണ് നീ പോയാ മുഹമ്മദിനോട് ചോദിക്കുക? അറാബിയാര മനുഷ്യൻ വന്ന് പ്രവാചകന്റെ സന്നിധിയിൽ വരികയാ. എന്നിട്ട് പറയുന്നു, നബിയേ, ഈ ആടുകളെ എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഈ ആടുകളെ എനിക്ക് തരുമോ നബിയെ? എനിക്ക് തരുമോ നബിയെ? വില പറഞ്ഞതല്ല, വെറുതെ ചോദിച്ചതാണ്. ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രിയപ്പെട്ട മനുഷ്യനോട് ചോദിച്ച മറുപടി എന്തെന്നറിയോ? എന്റെ പ്രിയമുള്ളവരെ, എത്ര അളവുകോല് കൊണ്ട് അളന്നാലും തീരാത്ത സ്നേഹത്തിന്റെ പർദീസയെ നബി മുഹമ്മദ് മുസ്തഫ, ഔദാര്യത്തിന്റെ രാജകുമാരനെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രിയപ്പെട്ടവനോട് ചോദിക്കുന്നു, ഈ ആടുകൾ നിനക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടോ? അതേ നബിയേ എന്ന മറുപടി പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എടുത്തുകൊള്ളുക, ഈ ആട് മുഴുവനും എടുത്തുകൊള്ളുക. നിന്റെ മനസ്സിന് സന്തോഷമാകട്ടെ, നിന്റെ മനസ്സിന് ആനന്ദമാകട്ടെ. അയാൾ പൊട്ടിക്കരന്നുകൊണ്ട് ഓടിപ്പോവുകയാണ്. തന്റെ നാട്ടിൽ ചെന്നുകൊണ്ട് പറയുകയാണ്, ഞാനും ഒരാളെ കണ്ടു, സുബ്ഹാനല്ലാഹ്, ദാരിദ്ര്യത്തെ കുറിച്ച് ലവലേശം പോലും ഭയപ്പാടില്ലാത്തവരാ. ഒരു പേടിയില്ല, സമ്പത്തിനോട് പ്രേമമില്ല, ദുനിയാവിനോട് സ്നേഹമില്ല, ആഡംബരത്തിനോട് മോഹമില്ല, ദാരിദ്ര്യത്തെ കുറിച്ച് പേടിയില്ല. ഞാൻ ചോദിച്ചപ്പോ മുഴുവൻ ആട്
ആളുകളും എനിക്ക് തരാമെന്ന് പറഞ്ഞ ഒരു സ്നേഹത്തിന്റെ ശക്തിയെ നബി മുഹമ്മദ് മുസ്തഫ അങ്ങനെ ദുനിയാവിലും ആഖിറത്തിലും നമ്മുടെ ഉമ്മത്തിന് വേണ്ടിയിട്ട് ത്യാഗം ചെയ്ത റസൂൽ. പക്ഷേ എന്റെ പട്ടാമ്പി പള്ളിപ്പുറത്ത് വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എവിടെയാണ്? ആ റസൂലിന്റെ ആദർശങ്ങൾ എവിടെയാണ്? നിങ്ങൾ പറയും ഉസ്താദേ, നിങ്ങൾക്കിത് പറയാൻ എളുപ്പമാണ്, ഇത് പറയാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. പ്രവാചകർ പറഞ്ഞതുപോലെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കിക്കൊണ്ട് നടക്കാം. ഞങ്ങൾ മൗലിയാക്കന്മാരല്ല, നിങ്ങളെ പോലെ പ്രവാചകന്മാർക്ക് കഴിയുമായിരിക്കാം, നിങ്ങളെ പോലെ അറബി കോളേജുകൾ നടത്തുന്നവർക്ക് കഴിയുമായിരിക്കാം. ഒരു മുത്തഅല്ലിമിന് കഴിയും, ഒരു കോളേജ് വിദ്യാർത്ഥിക്ക് കഴിയില്ല. ഒരു മുത്തഅല്ലിമിന് കഴിയും, ഒരു വിദ്യാർത്ഥി മറ്റൊരു വിദ്യാർത്ഥിക്ക് കഴിയില്ല. ഈ ഭൗതിക ലോകത്തിന്റെ ജീവിത കുരുക്കുകളുമായി ബന്ധപ്പെടുമ്പോ ഇവിടെ മാറിയെടുക്കാൻ നോട്ടുകളില്ലാത്ത സാഹചര്യമാ. ഹോസ്പിറ്റലിൽ പോകാൻ പണമില്ല, പച്ചക്കറി വാങ്ങാൻ കാശില്ല, അരപ്പട്ടിണിയും മുഴുപട്ടിണിയുമായിട്ട് പട്ടാമ്പിയുടെ പരിസരത്ത് പാവപ്പെട്ടവരെ കഷ്ടപ്പെടുമ്പോ ആ പ്രവാചക ചര്യയെ കുറിച്ച് പറയാൻ ഉസ്താദ് കടന്നു വരില്ലേ എന്ന് പറയുന്നവരെ, എന്തുകൊണ്ടാണ് ഈ കഷ്ടപ്പാട് വന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഈ ദുഃഖം വന്നത്? കണ്ണാടി കൂടിനകത്തിരിക്കുന്ന പലഹാരം നോക്കി അത്ഭുതപ്പെടുന്ന കുരങ്ങനെ പോലെ ബാങ്കിനകത്ത് കിടക്കുന്ന പണമെടുക്കാൻ കഴിയാറ് പുറത്ത് കിടന്ന് കയ്യാങ്കളി കളിക്കുന്ന സമ്പന്നരായി മാറിയത് എന്തുകൊണ്ടാ? അല്ലാഹുവേ, ഭൗതിക ലോകത്ത് ഒരുപാട് പ്രയാസങ്ങളും പ്രാരാബ്ധങ്ങളും പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ദുരന്തങ്ങളും ദുഃഖങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു പൂമാല പോലെ കഴുത്തിൽ ചാർത്തി തന്നതെന്തിനാ? എന്തുകൊണ്ടെന്നറിയോ? നിങ്ങൾ എന്ന് മുതലാണ് മുത്തുനബിയെ അവഗണിക്കാൻ തുടങ്ങിയത്? എന്ന് മുതലാണ് റസൂലുള്ളാഹിനെ ചവിട്ടിപ്പേക്കാൻ തുടങ്ങിയത്? എന്ന് മുതലാണ് മദീനയെ വെറുക്കാൻ തുടങ്ങിയത്? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയട്ടെ, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന പ്രവാചകന്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിച്ചവർ അൻതുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം. മദീനയുടെ മണവാളം പറഞ്ഞ വർത്തമാനങ്ങൾക്ക് എതിര് പ്രവർത്തിക്കാൻ വരുന്നവരെ, ആരംഭ റസൂൽ പറഞ്ഞ ആ വർത്തമാനങ്ങളെ കബറടക്കിയവരെ, ആ വാക്ക് ഞാൻ കേൾക്കില്ലെന്ന് പറയുന്നവരെ, ആ വാക്ക് കേട്ടുകൊണ്ട് ഭൗതിക ലോകത്തെ സ്റ്റാൻഡേർഡോടുകൂടി ജീവിക്കാൻ എനിക്ക് കഴിയില്ലെന്ന് പറയുന്ന വീരവാരം മുഴക്കുന്ന എന്റെ പ്രിയപ്പെട്ട വിദ്യാസമ്പന്നരെ, ബുദ്ധിരാക്ഷസന്മാരെ, ഈ കാലഘട്ടത്തിൽ എങ്ങനെയാ താടി വെക്കുക? ഈ കാലഘട്ടത്തിൽ എങ്ങനെയാ തൊപ്പി വെക്കുക? ഈ കാലഘട്ടത്തിൽ എങ്ങനെയാ ലുഹാനുസ്കരിക്കുക? ഈ കാലഘട്ടത്തിൽ എങ്ങനെയാ യതീമീങ്ങളുടെ പിറകെ നടക്കുക? ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് പട്ടിണി പാവങ്ങളുടെ വിശപ്പടക്കുക? ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് വീടില്ലാത്തവന് വീട് വെച്ചു കൊടുക്കുക? എന്റെ കാര്യം നോക്കുന്നതിന് എനിക്ക് നേരമില്ലെന്ന് പറഞ്ഞ് ദുനിയാവിന്റെ പിന്നാലെ ഓടുന്ന ഉമ്മത്തെ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ് പെങ്ങളെ, ഒരു ഭീഷണിയുടെ സ്വരമായത്തിനില്ലേ, ഒരു മുന്നറിയിപ്പിന്റെ തീജ്വാല ആയത്തിനകത്ത് കത്തിപ്പടരുന്നില്ലേ, കത്തിപ്പടരുന്നില്ലേ? ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം. പ്രവാചകൻ പറഞ്ഞ നേരുള്ള നെറിയുള്ള വാക്കുകളെ മാറ്റിയിട്ട് ഭൗതിക ലോകത്ത് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നവരെ, സ്വന്തം ഇഷ്ടപ്രകാരം നിഗളിക്കുന്നവരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്ന വേദന അസഹ്യമായ ശിക്ഷ അല്ലാഹു നിങ്ങൾക്ക് തരുന്നതാണ്, തരുന്നതാണ്. ഇനി പറയൂ പട്ടാമ്പിക്കാരെ, 2 ദിവസമല്ല 2000 ദിവസം പറഞ്ഞാലും തീരാത്ത മക്കയുടെ മദീനയുടെ മണവാളന്റെ മഹത്വമുള്ള ചരിത്രത്തിന്റെ മാല എന്റെ പള്ളിപ്പുറത്ത് ദാറുൽ അൻവാറിന്റെ തിരുമുമ്പിൽ പറയുമ്പോ എന്റെ മുമ്പിലിരിക്കുന്നവർ ഒരു കാര്യം ഉറച്ചു തീരുമാനിക്കുക, യഥാർത്ഥ പ്രവാചക പ്രേമിയായിട്ടല്ലാതെ അല്ലാഹുവേ ഈ സരസിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് പോവില്ല. എന്റെ വാക്കുകൊണ്ട് പറയുന്നതല്ല, എന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ ഒരു യഥാർത്ഥ പ്രവാചകന് ഈ ഉമ്മത്തിന് കാണിച്ചു കൊടുക്കാറ് ഞാൻ മരിക്കില്ല. പട്ടാമ്പിയിലും പള്ളിപ്പുറത്തുമുള്ള ഹൈന്ദവര് കാണട്ടെ, ക്രൈസ്തവര് കാണട്ടെ, എന്റെ അയൽവാസികൾ അറിയട്ടെ,
എന്റെ കൂടപ്പിറപ്പുകൾ അറിയട്ടെ, ഒരു പ്രവാചകനെ പ്രേമിക്കുന്നവൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നറിയട്ടെ. റബീഉൽ അവ്വൽ കഴിയുമ്പോ മടക്കി വെക്കാനുള്ളതല്ല പ്രവാചക പാഠപുസ്തകമെന്ന് എന്റെ പട്ടാമ്പിയിൽ വന്ന് പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരോട് പറയുകയാ. പെരിന്തൽമണ്ണയിലൂടെ, പട്ടാമ്പിയിലൂടെ, മണ്ണാർക്കാടിലൂടെ നബിദിന ഘോഷയാത്ര കടന്നു പോകുമ്പോ റോഡിന്റെ രണ്ടു ഭാഗത്ത് വന്ന് നിന്നുകൊണ്ട് ഘോഷയാത്ര കണ്ടുകൊണ്ട് കോൽക്കളിയും ദഫ്മുട്ടും കണ്ടുകൊണ്ട് തലയിൽ തട്ടമെടുത്ത് മാറ്റിയിട്ട് ആവേശഭരിതരാകുന്ന പെങ്ങളെ, പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ അങ്ങനെയുള്ള ചില മുഹൂർത്തങ്ങളിലൂടെ മാത്രം ആ മദീനയുടെ മണവാളനെ മനസ്സിന്റെ അകത്ത് വെച്ചിരിക്കല്ല പെങ്ങളെ. റൂഹ് വിരിഞ്ഞാലും ജീവൻ പോയാലും ഈ ലോകത്തിന്റെ ഉമ്മയേക്കാൾ, എന്റെ വാപ്പയേക്കാൾ, എന്റെ മക്കളെക്കാൾ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് എന്റെ നബിയെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് എന്ന് പറയാൻ, എന്ന് പറഞ്ഞതുപോലെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ നമ്മളൊക്കെ കപടന്മാരായി പോകും, കള്ളന്മാരായി പോകും. ഞാനിപ്പോ കുറച്ചു ദിവസം മുമ്പ് ബഹുമാനായ ആറ്റശ്ശേരി ഉസ്താദിനെ കണ്ടിരുന്നു. അമ്മിക്കുട്ടി ഹസ്രത്ത് എന്ന് പറയുന്ന, അതിരാം പട്ടണ ഉസ്താദ് എന്ന് പറയുന്ന ആറ്റശ്ശേരി ഉസ്താദ്. അദ്ദേഹത്തെ ഇങ്ങനെ ഒന്ന് കണ്ടപ്പോ എന്തൊക്കെ വിശേഷങ്ങളെന്ന് ചോദിച്ചു, മോന്റെ കാര്യമൊക്കെ ചോദിച്ചു, മോൻ മരിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ ആ പ്രിയപ്പെട്ട ഉസ്താദിനോട് പറഞ്ഞത്, ലോകത്ത് ഏറ്റവും അധികം ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടുന്ന സങ്കടം ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തായിരിക്കും. അതാണ് ഏറ്റവും വലിയ സങ്കടം. അതല്ലാതെ മോൻ മരിച്ചതും വാപ്പ മരിച്ചതും ഭാര്യ മരിച്ചതും ഭർത്താവ് മരിച്ചതൊന്നുമല്ല. അവരാ ലോകത്താണ്, അവരാ ലോകത്താണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തായിരിക്കണം. കണ്ടോ, നമ്മൾ എവിടെയാണ് പ്രിയപ്പെട്ടവര്? നമ്മൾ ഏത് ലോകത്താണ്? ചെറിയ ചെറിയ നിസാര പ്രശ്നങ്ങൾക്ക് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നമ്മൾ മാറ്റിവെക്കാൻ. മദീന മുഴുവൻ സ്നേഹമല്ലേ? ആ സ്നേഹത്തിൽ നിന്ന് ആർക്കാണ് ഓടിയൊളിക്കാൻ പറ്റുക? ആരംഭ റസൂലിന്റെ കാലത്ത് മദീനയിൽ ജയിലുണ്ടോ? ഒരു ജയിലുണ്ടോ മദീനത്ത്? കുറ്റവാളികളെ ശിക്ഷിക്കപ്പെടാൻ, തടവിലിടപ്പെടാൻ, ദിവസങ്ങളോളം അടച്ചിടപ്പെടാൻ ഒരു ജയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനത്തില്ലായിരുന്നു. പിന്നെയോ മസ്ജിദുൻ നബവിയുടെ തിരുമുമ്പിൽ ചെറിയ ഒരു റൂം ഉണ്ടായിരുന്നു. ആ റൂമിന്റെ അകത്ത് കുറ്റവാളികളെ കൊണ്ടുവന്നാൽ ഒരു ദിവസം അതിന്റെ അകത്ത് തൂണിൽ കെട്ടിയിടുന്ന പതിവുണ്ടായിരുന്ന തടവ് ശിക്ഷയാണെങ്കിൽ, അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരാളെ കയ്യും കാലും കെട്ടി വലിച്ചെടുച്ചു കൊണ്ടുവരികയാ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കയ്യും കാലും കെട്ടി ഒരു മനുഷ്യനെ വലിച്ചെടുച്ചു കൊണ്ടുവരികയാ. സ്വഹാബികൾ ചോദിച്ചു, ആരാണ്? നോക്കുമ്പോൾ അത് സുമാമത്ത് ബിൻ ഉസാൽ എന്ന് പറയുന്നവനാ. 101 സഹാബികളെ കൊന്നവനാണ്, 101 സഹാബികളെ കൊന്നവനാ. സുബ്ഹാനല്ലാഹ്, 101 സഹാബികളെ കൊന്ന സുമാമത്ത് ബിൻ ഉസാലിനെ കയ്യും കാലും കെട്ടി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വലിച്ചെടുച്ചു കൊണ്ടുവന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് കിടത്തിയിട്ട് പറയുന്നു, നബിയേ, ഞാൻ കൊന്നുകളയട്ടയോ റസൂലേ, ഞാൻ കൊന്നുകളയട്ടയോ നബിയേ, ഞാൻ കൊന്നുകളയട്ടയോ നബിയേ. അങ്ങയുടെ അനുവാദം ചോദിച്ച് അങ്ങയുടെ മുമ്പിലിട്ട് കൊല്ലാനാണ് ഈ സുമാമത്ത് ബിൻ ഉസാല ഞാൻ കൊണ്ടുവന്നതെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉമറേ വേണ്ട, സുമാമത്ത് ബിൻ ഉസാലിനെ ഒന്നും ചെയ്യല്ലേ ഉമറേ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, അങ്ങയുടെ കവളത്ത് മുത്തം തന്ന, അങ്ങയുടെ കയ്യിൽ മുത്തം തന്ന, അങ്ങയെ മുസാഫഹത്ത് ചെയ്ത, അങ്ങയുടെ കരം കവർന്നുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞ 101ഓളം വരുന്ന സഹാബികളെ വെട്ടി വെട്ടി അരിഞ്ഞു കൊന്നുകളഞ്ഞവനാ നബിയേ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നബിയേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നബിയേ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വർത്തമാനം കേൾക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമറേ, വെറുതെ വിട്ടേക്കുക ഉമറേ, അവനെ കൊണ്ടുപോയ ആ തുണലൊന്ന് കെട്ടിയിട്ടേക്കുക, അടിക്കല്ലേ, ഇടിക്കല്ലേ. സുമാമത്ത് ബിൻ ഉസാൽ ഒരു തൂണിൽ കൊണ്ടുവന്ന് കെട്ടിയിടുകയാ. അയാൾ വിചാരിച്ചു, റസൂലുള്ളാഹി ഇപ്പ വരും, ഊരി പിടിച്ച വാളുമായിട്ട് ഇപ്പ വരും, എന്റെ തല വെട്ടിയെടുക്കുമെന്ന് കരുതിയിട്ട് ആ തൂണിൽ ബന്ധസ്ഥനായി കിടക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്ന് നടന്ന് ചെല്ലുകയാണ്. എന്നിട്ട് ആ സുമാമത്ത് ബിൻ ഉസാലിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു, നീ മുസ്ലിമാകുവോ, നീ മുസ്ലിമാകുവോ, നീ മുസ്ലിമാകുവോ. ആ സുമാമത്ത് ബിൻ ഉസാൽ പറയുന്നു, മുഹമ്മദേ,
എന്റെ ശരീരത്തെ 1000 കഷണമായി വെട്ടിയെരിഞ്ഞിട്ട് കൊടുത്താൽ ഞാൻ മുസ്ലിമാവില്ല, ഞാൻ മുസ്ലിമാവില്ല, ഞാൻ മുസ്ലിമാവില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു രാത്രി മുഴുവനും നിനക്ക് തരാ, ഇന്നത്തെ രാത്രി മുഴുവനും നിനക്ക് തരാം, നീ ആലോചിച്ചു കൊള്ളുക. പ്രഭാതം പൊട്ടിവിടുന്ന സുബഹി നമസ്കാരം കഴിഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു വാളിന് മൂർച്ച കൂട്ടുകയാ. എന്തിനാ? സുമാമത്ത് ഇബ്നു ഉസാറിനെ കൊന്നുകളയാൻ. നബി തങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഉമറേ, ആ തൂണിൽ ഞാൻ ഇന്നലെ ബന്ധസ്ഥനാക്കിയിട്ട സുമാമത്ത് ഇബ്നു ഉസാറിന് ഈത്തപ്പഴവും പാലും കൊണ്ടുവന്ന് കൊടുക്കുക. ഉമർ റളിയല്ലാഹു അൻഹുവിന് അരിശം വന്നു. ആരംഭ റസൂലല്ലേ പറഞ്ഞത് കേൾക്കാതിരിക്കാൻ കഴിയില്ല. പിടിച്ചു നിൽക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ കൊടുക്കില്ല, എനിക്ക് കഴിയില്ല. എന്റെ കൂട്ടുകാരെ വെട്ടിയവനാണ്, എന്റെ കൂടപ്പിറപ്പുകളെ കൊന്നവനാണ്, എന്നോടൊപ്പം എന്റെ സഹോദരങ്ങളെ പോലെ ഇസ്ലാമിക പ്രബോധനത്തിൽ നിന്നവരെ വെട്ടിയെറിഞ്ഞവനാണ്. അതുകൊണ്ട് നബിയെ, ഈത്തപ്പഴവും പാലും ഞാൻ കൊണ്ടുവന്ന് കൊടുക്കൂല. വേറൊരു സഹാബി ഈത്തപ്പഴവും ഒട്ടകത്തിന്റെ പാലും കൊണ്ടുവന്ന് കൊടുത്തപ്പോ സുമാമത്ത് ഇബ്നു ഉസാർ നല്ലതുപോലെ കഴിക്കുകയാ. അയാൾക്ക് മനസ്സിലായി എന്റെ അവസാനത്തെ അന്നമാണ്, എന്നെ കൊല്ലാൻ പോവുകയാണ്. ഒന്നുകിൽ എന്നെ തൂക്കിലേറ്റപ്പെടുകയാ, ഇല്ലെങ്കിൽ എന്റെ കഴുത്ത് വെട്ടിയെറിയുകയാ. സുമാമത്ത് ഇബ്നു ഉസാറിന്റെ മനസ്സിങ്ങനെ പിടപെടക്കാൻ തുടങ്ങി. അവിടെ അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും വരികയാണ്. ഈത്തപ്പഴം കഴിച്ചു കഴിഞ്ഞപ്പോ റസൂലുള്ള മുമ്പിലേക്ക് വരികയാ. വന്നിട്ട് പറയുന്നു, നീ മുസ്ലിം ആകുന്നുണ്ടോ? ഇല്ല മുഹമ്മദേ, ഞാൻ മുസ്ലിം ആകുന്നില്ല. ഇന്നലെ രാത്രി മുഴുവനും നീ ആലോചിച്ചോ? ഇന്നലെ രാത്രി മുഴുവനും നീ ആലോചിച്ചോ? അതേ നബിയേ, ഞാൻ മുസ്ലിം ആകുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ വന്ന സഹാബത്തിനോട് പറഞ്ഞ് അടിച്ചു വിട്ടേക്കുക. സുമാമത്ത് ഇബ്നു ഉസാറിന്റെ ശരീരത്തെ ഒരാൾ തൊടല്ലേ, ആ സുമാമത്ത് ഇബ്നു ഉസാറിനെ അടിച്ചു വിട്ടേക്കുക. സുമാമത്ത് ഇബ്നു ഉസാർ കെട്ടടിച്ചു വിട്ടിട്ട് ആരംഭ റസൂലിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. നടന്ന് മുമ്പിലോട്ട് പോവുകയാണ്. ഇത് മദീനയുടെ ജയിലിന്റെ കരയാണ്. ഇത് മദീനയുടെ ജയിലിന്റെ കരയാണ്. നിരപരാധികളെ തൂക്കിക്കൊല്ലുന്ന കാടത്തം മരവിച്ചു പോരാ ഈ കാലഘട്ടത്തിന്റെ ജയിലറയുടെ കരയല്ല. പീഡനമുറകളെ പരമ്പരാഗതമായി കിട്ടിയതുപോലെ ലാഘവത്തോടെ വടിച്ചു കീറുന്ന മനുഷ്യ ശരീരങ്ങൾ കിടന്ന് പുടുത്തളിയുന്ന ശരീരങ്ങളുടെ കേന്ദ്രമാകുന്ന ജയിലറയുടെ കഥയല്ല. സുമാമത്ത് ഇബ്നു ഉസാർ പ്രവാചകന്റെ സമക്ഷത്തിലും നിറങ്ങി നടന്നു പോവുകയാണ്. പക്ഷേ സുമാമത്ത് ഇബ്നു ഉസാറിന്റെ മനസ്സ് നിയന്ത്രിക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. ഞാൻ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ എവിടെ നിന്നാണ് ഇറങ്ങി വരുന്നത്? ഞാൻ ആരുടെ മുമ്പിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്? ഇന്ന് വരെ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പ് നിന്നൊരു ശത്രുവും രക്ഷപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള എന്നെ 100-101 പേര് കൊന്നിട്ട് പോലും ഉമർ റളിയല്ലാഹു അൻഹു വെറുതെ വിട്ടതെന്താ? ആ മനസ്സിനെ സ്വാധീനിച്ച നബിയെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ. സുമാമത്ത് ഇബ്നു ഉസാർ നടന്നുപോയി. ഒരു പുഴയുടെ ഭാഗത്ത് ചെന്നിരുന്ന് പൊട്ടി കരയുകയാണ്. ഞാനെന്തിന് സ്വീകരിക്കാതിരിക്കണം? ഞാനെന്തിനാ മുഹമ്മദിനെ കുറ്റപ്പെടുത്തണം? സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനെന്തിനാ മുഹമ്മദിന്റെ മരം വെറുതെ പാഴാക്കി കളയണം? പുഴയിലിറങ്ങി കുളിക്കുകയാണ്, നല്ല വസ്ത്രം ധരിക്കുകയാണ്. എന്നിട്ട് ആരംഭ റസൂലിന്റെ ഭവനത്തിലേക്ക് തിരിച്ചു നടന്നു വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന, നബിയേ, ഇനി അവനെ ഞാൻ ഇവിടെ കയറ്റില്ല. ഞാൻ വെട്ടും നബിയേ, ഞാൻ കഴുത്തു വെട്ടും നബിയേ, ഞാൻ കൈകാലുകളെ വെട്ടിയെരിയും നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമറേ, സുമാമത്ത് ഇബ്നു ഉസാർ വരുന്നതെന്തിനെന്നറിയട്ടെ? പ്രവാചക പ്രകീർത്തനത്തിന്റെ അലയലുകൾ അല്പസമയത്തേക്കൊന്ന് ശാന്തമായപ്പോ സുമാമത്ത് ഇബ്നു ഉസാർ കടന്നു വന്നിട്ട് പറയുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നബിയേ, അങ്ങ് എനിക്ക് വേണം നബിയേ, അങ്ങ് എനിക്ക് വേണം നബിയേ. അങ്ങൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എന്നെ വെട്ടി അരിയുമായിരുന്നല്ല നബിയേ. എന്നിട്ട് സുബഹി കഴിഞ്ഞപ്പോ എനിക്ക് ഈന്തപ്പഴയും കാരക്കയും വെള്ളവും പാലും കൊണ്ടുവന്ന നബിയേ, എന്നടിക്കരുതെന്ന് പറഞ്ഞ റസൂലേ, എനിക്കാ മരം മതി നബിയേ. ലാ ഇലാഹ ഇല്ലല്ലാഹ്
ഇല്ലല്ലാഹ് പറഞ്ഞ് സുമാമത്ത് ബിൻ ഉസാൽ പരിശുദ്ധ ഇസ്ലാമിന്റെ കൊടി കയ്യിൽ വാങ്ങിയെങ്കിൽ എന്റെ മുമ്പിൽ ഇരിക്കുന്നവരെ ഈ പ്രവാചകനെയാണ് സ്നേഹിക്കാൻ പറഞ്ഞത്. ഈ സ്നേഹമാണ് വാങ്ങാൻ പറഞ്ഞത്. ഈ സ്നേഹമാണ് മദീനയുടെ കാറ്റ് പട്ടാമ്പി പള്ളിപ്പുറത്ത് ദാറുൽ അൻവാറിന്റെ സസിൽ കൊണ്ടുവരുന്നത്. ഇന്ന് വീശിയടിക്കുന്ന കാറ്റുകൾക്ക് മദീനയുടെ മണം വരണയല്ലോ. ഇന്നുദിച്ചു നിൽക്കുന്ന നിലാവിന് മദീനയുടെ സുബർക്കത്തിന്റെ സുഗന്ധം വരണ തമ്പുരാനെ. ആ മദീനയുടെ മണവാളനെയാണ് ആരംഭ റസൂല് പറഞ്ഞതില്ല. യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. വേദനയോടെ നിന്നെ പ്രസവിച്ച ഉമ്മയെക്കാളും നിനക്ക് ചിലവന് തന്ന വാപ്പയെക്കാളും കണ്ണേ കരളെ മുത്തേ പൊന്നെ എന്ന് പറഞ്ഞ നീ താലോലിക്കുന്ന മക്കളെക്കാളും ഈ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നത് വരെ ലോകത്ത് ജീവിച്ചിരിക്കുന്ന സർവ്വ മനുഷ്യരെക്കാളും 9 മണി വരെ നീണ്ടു നിൽക്കുന്ന കേരളത്തിന്റെ ഫുട്ബോളിന്റെ ഫൈനൽ കാണാ കൊച്ചിയിലെ സ്റ്റേഡിയത്തിനകത്തേക്ക് തള്ളിക്കേറിയ ചെറുപ്പക്കാരാ മഞ്ഞ യൂണിഫോം ധരിച്ച് കൊണ്ട് കേരളത്തിന് വേണ്ടി പന്ത് തട്ടുന്ന കായിക താരങ്ങളുടെ മുദ്രാവാക്യം വിളിക്കുമ്പോ അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂട്ടുകാരുടെ ഗ്യാങ് ഉണ്ടാക്കിയെടുക്കുമ്പോ വന്നാസി അജ്മഈൻ ലോകത്തുള്ള സർവ്വ മനുഷ്യരെക്കാൾ വേദനയോടെ പ്രസവിച്ച ഉമ്മ, നിന്റെ മനസ്സിന്റെ രാജാക്കന്മാരായ വാപ്പമാര്, അല്ലാഹുവേ നമ്മുടെ പുന്നാര മക്കള്, പിന്നെ ലോകത്ത് നമ്മൾ കാണുന്ന സർവ്വ മനുഷ്യർ അവരെക്കാളൊക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ മുഅ്മിനല്ല. എങ്ങനെയാണ് നമുക്ക് സ്നേഹിക്കാൻ കഴിയുക? നമ്മൾ കണ്ടില്ല, നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടില്ല, നേരിട്ട് കണ്ടില്ല. പ്രവാചകരുടെ വർത്തമാനം നമ്മൾ നേരിട്ട് കേട്ടില്ല. പിന്നെ ഈ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. ചിലർക്ക് മനസ്സിൽ സംശയമുണ്ട്, മഹാഭാരതവും ഭഗവത്ഗീതയൊക്കെ പോലെ ഇതും കഥകളായി തീരുമോ? അങ്ങനെ ഒരു വ്യക്തി ഇല്ലേ? കാലഘട്ടം പുരോഗമിച്ചു വരുമ്പോ മനസ്സിന്റെ അകത്ത് ചില യുവാക്കൾക്ക്, യുവതികൾക്ക് സംശയവും വന്നേക്കാം. പക്ഷെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല, നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല, നമ്മളോട് നേരിട്ട് സംസാരിച്ചിട്ടില്ല. നമ്മുടെ ഉമ്മയും നമ്മുടെ വാപ്പയും നമ്മുടെ മക്കളും അവരൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ ഇഷ്ടപ്പെടുന്ന നേതാക്കന്മാരെ മുഴുവനും നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രവാചകരെ നമ്മൾ കണ്ടിട്ടില്ല. ഈ കാണാത്ത പ്രവാചകരെ കണ്ടവരെക്കാൾ കൂടുതൽ എങ്ങനെയാണ് ഈ മനുഷ്യർക്ക് ഇഷ്ടപ്പെടാൻ പറ്റുക? എങ്ങനെ നമ്മൾ സ്നേഹിക്കും? എങ്ങനെ നമുക്കതിന് കഴിയും? നമ്മുടെ ഉമ്മയെ നമ്മൾ സ്നേഹിക്കുന്നത്, ഉമ്മ നമുക്ക് വേണ്ടി ഉറക്കമൊഴിഞ്ഞു, ഉമ്മ നമുക്ക് വേണ്ടി ത്യാഗം ചെയ്തു, ഉമ്മ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടു. തിക്കട്ട കൊണ്ടൊന്നേറിയാലും എന്റെ കുഞ്ഞിനെ കാക്ക നീ മന്നാനേ, കഴുത്തിൽ കയറിട്ട മറുനാലും മോനെ മോനെ നല്ലാതെ വിളിക്കൂലേ. തീക്കട്ടയിലൂടെ ഇറങ്ങി നടന്നാലും പൊന്നുമോന്റെ ശരീരത്തില്, തീക്കട്ടയിലൂടെ ഇറങ്ങി നടന്നാലും പൊന്നുമോന്റെ ശരീരത്തില് ചൂടടിക്കാതെ നെഞ്ചിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഉമ്മ. അല്ലാഹുവേ, പൊന്നുമോൻ തന്നെ ഉമ്മയെ കൊല്ലാൻ കഴുത്തിൽ കയറിട്ട് കൊണ്ട് വലിച്ചമർത്തിയാൽ മോനെ മോനെ നല്ലാതെ, മോനെ മോനെ നല്ലാതെ വേറൊരു പേര് വിളിക്കൂല. റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെയാണ് സ്നേഹിക്കുക? ഈ മുമ്പിൽ കണ്ട സ്നേഹസാഗരം എന്ന ഉമ്മയേക്കാൾ കാണാത്ത റസൂലിനെ സ്നേഹിക്കാൻ പട്ടാമ്പിയില് പള്ളിപ്പുറത്തുകാരെ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ഈമാൻ പൂർത്തിയാകുന്നത്. ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യമാർ, ആ ഭർത്താവ് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് മുഴുവനും നിങ്ങൾ കാണുന്നതാ. മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളെ, ആ മക്കൾ ഉമ്മാന്ന് വിളിച്ചോടി വന്ന് കവിളത്ത് മുത്തം തരുമ്പോ കിട്ടുന്ന സുഖം വലുതാ. പക്ഷേ ആ കാണാത്ത റസൂലിന്റെ മഹത്വം ഈ ഉമ്മയേക്കാൾ വലുതാണ്. 1000 ഉമ്മമാരുടെ മാതൃത്വത്തിന്റെ കഥ പറഞ്ഞാൽ മദീനയുടെ മണവാളന്റെ ഒരു ചരിത്രത്തിന് തുല്യമാവുകയില്ല. അതുകൊണ്ടാണ് മഹാനായ
സയ്യിദ് റളിയല്ലാഹു അൻഹു ഉമ്മയിൽ നിന്ന് വാപ്പയിൽ നിന്ന് ഓടിയടിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് വളർന്നപ്പോ ഉമ്മ വരികയാണ്. തന്റെ കാണാതെ പോയ പൊന്നുമോനെ തിരിച്ചു കൊണ്ടുപോകാ. സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ വരുമ്പോ വാപ്പ വരുമ്പോ മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് സഹാബികൾ പറഞ്ഞ് റസൂലുള്ളാഹി വിളിക്കുകയാണ്. നിന്റെ ഉമ്മയുടെ കൂടെ നിന്നെ പറഞ്ഞു വിടാൻ പോവുകയാണ്. ഉമ്മാന്റെ കൂടെ പോണം ചെയ്തേ, ഉമ്മാന്റെ കൂടെ പോണം ചെയ്തേ, ഉമ്മാന്റെ കൂടെ പോണം ചെയ്തേ. ആ സമയത്ത് സ്വന്തം ഉമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് റസൂലുള്ളാഹിയുടെ മുമ്പ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അലിഞ്ഞ് ലയിച്ചു ചേർന്നിട്ട് ആ സയ്യിദെന്ന് പറയുന്ന പൊന്നുമോൻ പറഞ്ഞതെന്തോ, എനിക്ക് എന്റെ ഉമ്മാന്റെ അടുത്ത് പോണ്ട നബിയേ, എനിക്ക് എന്റെ വാപ്പാന്റെ അടുത്ത് പോണ്ട നബിയേ. അംദുമ്മുൻ അംഅബൂ മറൈനാ ഫീമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബിയാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ അശ്ശഫീൽ അബ്താഹി വൽ ഹബീബിൽ അറബി. പോയില്ല. ആരംഭ റസൂലിന്റെ ഉമ്മയേക്കാൾ സ്നേഹം എനിക്ക് തന്നവനാണ്. അത് പഠിച്ചോ. നേരിട്ട് കണ്ടവരെങ്ങനാ പറഞ്ഞതെങ്കിൽ ആ ചരിത്രം അറിയുന്നവര്, ആ ചരിത്രം പഠിക്കുന്നവര്, പട്ടാമ്പി പള്ളിപ്പുറത്ത് നിന്നെ വേദനയോടെ പ്രസവിച്ച 100 മാറാവിനെക്കാരും നിന്റെ നബിയാണ് സ്നേഹം കൊണ്ട് മൂടേണ്ടതെന്ന് അല്ലാഹുവിന്റെ റസൂലേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര കൊടുത്താലും മതി വരാത്ത സ്നേഹം. നിങ്ങളുടെ മക്കൾ ഇങ്ങോട്ട് തന്ന സ്നേഹത്തിന്റെ മുറികെട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് തരും. ഉമ്മ തന്നതിന്റെ, വാപ്പ തന്നതിന്റെ. പക്ഷെ എങ്ങനെയാണ് ആ സ്നേഹം നമ്മൾ പ്രകടമാക്കുക? എങ്ങനെയാണ് സ്നേഹം പ്രകടമാക്കുക? പ്രവാചകന്റെ മാതൃകാ ജീവിതം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ഒരു വിശ്വാസി മുമ്പോട്ട് പോകേണ്ടതെന്ന് പറയിപ്പിച്ചു. ആ രീതിയിലൂടെ പോകാൻ നമുക്ക് സാധിക്കണം. ബഹുമാനനും ആദരണീയനുമായ അബീ മിർദാസിൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, ഇത്തുനി ബി വുളു എടുക്കാനുള്ള വെള്ളം കൊണ്ടുവരാം. അങ്ങനെ ഞങ്ങൾ വുളു എടുക്കുന്നതിനുള്ള വെള്ളം കൊണ്ടുവന്നു കൊടുത്തു. ആ പുറകിൽ നിന്ന് വരുന്നവർക്ക് ഇടയിൽ ഒഴിവായ കസേര ഉണ്ടെന്ന് സംഘാടകർ പറഞ്ഞു കൊടുക്കണമെങ്കിൽ അവർക്കൊന്നും ഇരിക്കാൻ പറ്റും. ധാരാളം സഹോദരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ ഒരുപാട് സീറ്റ്, ആ ഇടയിലുള്ള കുറച്ച് കസേര അവർക്ക് കാണാൻ കഴിയില്ല. അത് നമ്മുടെ വോളണ്ടിയേഴ്സ് ഒന്ന് കാണിച്ചു കൊടുത്തെങ്കിൽ അവർക്ക് കൊണ്ടൊന്ന് ഇരിക്കാൻ കഴിയുള്ളൂ. എല്ലാ സഹോദരനും ഏറ്റവും പുറകിൽ നിന്ന് വരുന്നവരെ നേരെ നമ്മുടെ ഈ സദസ്സിലേക്ക് കൊണ്ടുവന്നിരുത്താൻ ഇൻഷാ അല്ലാഹ് പരിശ്രമിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ സദസ്സ് യഥാർത്ഥ പ്രവാചക പ്രകീർത്തനത്തിന്റെ സദസ്സാക്കി അല്ലാഹു മാറ്റുമാറാകട്ടെ. ബഹുമാനപ്പെട്ട എ.കെ. മുഹമ്മദ് ഉസ്താദൊക്കെ എത്രയോ ഇതിനു വേണ്ടി ത്യാഗം ചെയ്തയാളാണ്. ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. ഇതിനു വേണ്ടി പട്ടിണി കിടന്നിട്ട് അദ്ദേഹം ഈ സ്ഥാപനത്തിന് വേണ്ടി, ഇതിന്റെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കും. ഇവിടെ ഇരിക്കുന്നതിന്റെ ഇതിന്റെ സംഘാടകരും ഇവിടുത്തെ ഉസ്താദുമാരൊക്കെ അങ്ങനെ തന്നെയാണ്. ഒരു വലിയ ബറക്കത്താണ്. ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾ നടത്തിയ പ്രോഗ്രാമിന്റെ ഒരു നാണയത്തൊട്ട് എന്തിനില്ല പാഴായി പോയിട്ടില്ല. വളരെ സന്തോഷത്തിലാണ് അവർ വിളിച്ചു പറയുക. ഇവിടെയും മണ്ണാർക്കാട് ഇസ്ലാമിക് സെന്ററിലൊക്കെ വാത് പറയുമ്പോൾ വാത് കഴിഞ്ഞിട്ട് അവർ വിളിച്ചു പറയും, സാറേ നിങ്ങൾ വാത് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടിയ കാശ് കൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഇനി ഇത്ര ബാക്കി ചെയ്യാനുണ്ട്, ഇനി എത്ര ചെയ്യാനുണ്ട്, ഇത്ര. ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സന്തോഷമാണ്. ഞങ്ങൾ എവരിൽപ്പെട്ട ഒരാളെ പോലെ തോന്നും, ഞങ്ങളെ അവർ പരിഗണിച്ചല്ലോ എന്ന് തോന്നിപ്പോകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഒരു ബന്ധം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, സമസ്തയ്ക്കു വേണ്ടി അല്ലാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അതൊരു വലിയ ബന്ധമാണ്. ബഹുമാനപ്പെട്ട ചെമ്പലങ്ങാട് ഉസ്താദിനെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുന്നതും ദുആ വസിയത്ത് ചെയ്യാൻ പറയുന്നതൊക്കെ, ദുആ വസിയത്ത് ചെയ്യുന്നതൊക്കെ അതൊരു ചെറിയ കാര്യമല്ല. ഉസ്താദുമാരോട് ദുആ ചെയ്യാൻ പറയുന്നതൊന്നും ചെറിയ കാര്യമല്ല. അത് അല്ലാഹു നമുക്ക് തരുന്ന വലിയ ബന്ധമാണ്. ചില സദസ്സുകളിലൂടെ, ചില ദിവസങ്ങളിൽ നമുക്ക് കിട്ടുന്ന വലിയ ഭാഗ്യമാണ്. അല്ലാഹു തആല നമ്മുടെ മഹത്തുക്കൾക്കൊക്കെ അല്ലാഹു ദീർഘായുസ്സും ആരോഗ്യ ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അബീ മിർദാസിൽ അസ്ലമി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി തങ്ങൾ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ഞങ്ങൾ വെള്ളം കൊണ്ടുവന്നു കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളു ചെയ്യാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളു എടുക്കുമ്പോൾ പ്രവാചകന്റെ കൈ കഴുകിയിട്ട് മുഖം കഴുകിയിട്ട് വീഴുന്ന വെള്ളമുണ്ടല്ലോ, ആ
ആ വെള്ളം ഫഹസൗനാഹും, ആ വെള്ളം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ കൈകൊണ്ട് വാങ്ങാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖം കഴുകുമ്പോ കൈ കഴുകുമ്പോ ഇറ്റ് വീഴുന്ന വെള്ളം ഞങ്ങൾ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ വാങ്ങിയെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഇതെന്തിനാണ്, ഇതെന്തിനാണ്, ഇതെന്തിനാണ്? അബൂ മിർസാദ് അസ്ലമി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അവിടെ നിന്ന് പ്രിയപ്പെട്ടവര് പറഞ്ഞു, നബിയേ ലിഹുബ്ബിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയോടുള്ള അദമ്യമായ പ്രേമത്തിന്റെ പേരിലാണ്, അടക്കാനാകാത്ത അങ്ങയോടുള്ള സ്നേഹത്തിന്റെ ഇഷ്ടത്തിന്റെ മഹബത്തിന്റെ പേരിലാണ് നബിയേ ഈ വെള്ളം ഞങ്ങൾ ഇങ്ങനെ നിലത്തു പോകാറ്. അങ്ങയുടെ മുഖത്ത് നിന്ന് വീഴുന്ന, കയ്യിൽ നിന്ന് വീഴുന്ന വെള്ളം ഇങ്ങനെ ഏറ്റുവാങ്ങുന്നതും അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന്റെ ഇഷ്ടം നിങ്ങൾക്ക് വേണമെന്നുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം നിങ്ങൾക്ക് വേണമെന്നുണ്ടോ? സഹാബികൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്ത് ചോദ്യമാ നബിയേ, ഈ കഷ്ടപ്പെടുന്നത് മുഴുവനും അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയല്ലേ, ഈ ത്യാഗം മുഴുവനും ആരംഭ റസൂലിന്റെ ഗുരുത്വത്തിന് വേണ്ടിയല്ലേ? അല്ലാഹുവിന്റെ റസൂല് ആ ചോദ്യം ചോദിച്ചത് പട്ടാമ്പി പള്ളിപ്പുറത്ത് വന്ന നിങ്ങളോടായിരുന്നെങ്കിലോ നിങ്ങൾ എന്തു മറുപടി പറയും ചെറുപ്പക്കാരാ? നിങ്ങൾ എന്തു മറുപടി പറയും ചെറുപ്പക്കാരാ? സിനിമാ നടൻ, മലയാളത്തിലെ ഒരു മെഗാസ്റ്റാർ സിനിമാ നടനെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രവാസി, മലയാളത്തിലെ ഒരു മെഗാസ്റ്റാറിനെ ജീവന്റെ ജീവനായി കൊണ്ടു നടക്കുന്ന ഒരു പ്രവാസിയായ സഹോദരൻ, ആ മെഗാസ്റ്റാർ ഗൾഫ് രാജ്യത്തൊരു ഷോപ്പിംഗ് മാളിന്റെ ഉദ്ഘാടനത്തിന് വന്നപ്പോ ആ മെഗാസ്റ്റാറിന്റെ ഫോട്ടോയുള്ള ടീഷർട്ട് ഇട്ടുകൊണ്ട് കാണാൻ ചെന്നിട്ട് അവരെ അവഗണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വാട്സപ്പിലൂടെ സങ്കടമറിയിച്ച പൊന്നുമോനെ, എന്നെ കാണാൻ കൂട്ടാക്കിയില്ല, എന്നെ പരിഗണിച്ചില്ല, എന്നെ ഇഷ്ടപ്പെട്ടില്ല, എന്നെ സ്നേഹിച്ചില്ല, എന്നെ അവഗണിച്ചു മാറ്റി നിർത്തിയിട്ട് സമ്പന്നർക്ക് സ്ഥാനം കൊടുത്തു എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞുകൊണ്ട് പരിഭവം പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് വാട്സപ്പിലൂടെ പൊട്ടിക്കരഞ്ഞ നാണം കെട്ടവന്, അത് കണ്ടിട്ട് സങ്കടപ്പെടുന്ന ചെറുപ്പക്കാരാ, ഇത് ദുനിയാവാണ് മോനെ. കളിപ്പാവകളുടെ കളിപ്പാട്ടങ്ങളുടെ പിന്നാലെ പോകാനുള്ള രാജ്യമല്ല, ലോകമല്ല പ്രിയപ്പെട്ടവരെ. ഇത് മനസ്സിന്റെ അകത്ത് നിറയട്ടെ പ്രവാചക പ്രേമം, മനസ്സിന്റെ അകത്ത് ഇരിക്കട്ടെ പ്രവാചക പ്രേമം. അബൂ മിർസാദ് അസ്ലമി റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, ആർക്കാണ് കൊതിയില്ലാത്തത് അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടാ, ആരംഭ റസൂലിന്റെ സ്നേഹം കിട്ടാ? നബിയേ, നമ്മളെല്ലാവർക്കും ആഗ്രഹമുണ്ടെന്ന് പറയുകയാണ്. പട്ടാമ്പി പള്ളിപ്പുറത്ത് വന്ന് നിങ്ങളോടങ്ങനെ ചോദിച്ചാലോ? ഔഷാദ് വാക്കവിയോട് ചോദിച്ചാ പിന്നെ രണ്ടാമതൊരു മറുപടിയില്ല, ജീവനം തന്നെ അതിനു വേണ്ടിയല്ലേ. എന്തിനാണ് ഹുബ്ബ് റസൂൽ 2 ദിവസം കൊടുത്തത്? എന്തിനാണ് മൗലിദ് വീട്ടിൽ നടത്തുന്നത്? എന്തിനാണ് മക്കളെ കൊണ്ട് സലാത്ത് ചൊല്ലിപ്പിക്കുന്നത്? എന്തിനാണ് എന്റെ പ്രിയപ്പെട്ട മക്കള് റബീഉൽ അവ്വലിന്റെ ദിവസമാകുമ്പോ സ്റ്റേജിൽ കയറ്റി നിർത്തി ആരംഭ റസൂലിന്റെ മദ്ഹ് പാടിയും പ്രസംഗിച്ചും സമ്മാനം വാങ്ങാൻ പ്രേരിപ്പിക്കുന്നത്? എന്തിനാണ് പ്രിയപ്പെട്ടവരെ എന്റെ സരസ്സുകൾ സലാത്ത് കൊണ്ട് തുടങ്ങുന്നത്? എന്തിനാണ് നിങ്ങളോട് ആവേശത്തോടെ സലാത്ത് ചെല്ലാൻ പറയുന്നത്? എന്റെ റസൂലുള്ളാഹിയുടെ പൊരുത്തം വേണ്ടേ? പടച്ച തമ്പുരാന്റെ തൃപ്തി വേണ്ടേ? അല്ലാഹുവിന്റെ സ്നേഹം നമുക്ക് വേണ്ടേ? ഇവിടെ അബൂ മിർസാദ് അസ്ലമി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാ, വേണമോ? നിങ്ങൾക്ക് വേണമോ? അല്ലാഹുവിന്റെ തൃപ്തി വേണമോ? ആരംഭ റസൂലിന്റെ പൊരുത്തം വേണമോ? അബൂ മിർസാദ് അസ്ലമി റളിയല്ലാഹു അൻഹു കണ്ണീരോടെ പറയുന്നു, യാ റസൂലല്ലാഹ്, ഞങ്ങൾ കാത്തിരിക്കുകയാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്നാൽ വെള്ളവും പാത്രവും ഒക്കെ നിലത്തു വെക്കുക. അങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് തരാൻ പോവുകയാ, അങ്ങനെ ഒരു സൗഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. ഞാൻ ഈ പറയുന്ന 3 കാര്യം നിങ്ങളുടെ മരണത്തിന് മുമ്പ് നിങ്ങൾ വ്യക്തമായിട്ട് ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്തു പോയാൽ അല്ലാഹുവിന്റെ പൊരുത്തവും പ്രവാചകന്റെ സ്നേഹവും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പട്ടാമ്പി പള്ളിപ്പുറത്ത് വന്ന പ്രിയപ്പെട്ടവരെ, ഈ 3 കാര്യം നിങ്ങൾ സ്വീകരിച്ചോ?
ദാറുൽ അൻവാറിന്റെ പ്രോഗ്രാമിന് വന്നിട്ട് ഇന്ന് ഇവിടുന്ന് യാത്ര പറയുമ്പോ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി സമ്മാനിച്ച 3 കാര്യം എന്റെ പ്രിയപ്പെട്ടവർ കൊണ്ടുവയ്ക്കോ. എന്റെ പെങ്ങളെ, എന്റെ സഹോദരങ്ങളെ, ഈ 3 കാര്യം നിങ്ങളുടെ ജീവിതത്തിന് വലിയ പരിവർത്തനം ഉണ്ടാക്കുന്ന അവസ്ഥയാകട്ടെ. പടച്ചവനെ നീ സഹായിക്കണേ അല്ലോ. ആരംഭ റസൂല് പറഞ്ഞു കൊടുക്കുന്ന കാര്യം കേൾക്കാൻ കാതുകൂർപ്പിച്ച് മഹാനായ അബൂ മിർസദ് അസ്ലമി റളിയല്ലാഹു അൻഹു ഇരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം മുത്ത റസൂല് പറയുകയാ, വിശ്വസിച്ച നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ ഉത്തരവാദിത്വത്തോടുകൂടി നടത്തുക. നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യം നിങ്ങൾ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി നടത്തുക. ഒന്നാമത്തെ കാര്യമാണ് പ്രവാചകരുടെ സ്നേഹം കിട്ടാൻ, അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാൻ 3 കാര്യം നബിതങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു. അത് ഒന്നാമത്തെ കാര്യം ഇതാണ്. ആളമ്പാടി ഉസ്താദിന്റെ ഒരു ചരിത്രം, അള്ളാഹു ഒരു ഫൈസി എന്റെ മുമ്പിലിരുന്ന് പറയണ കണ്ടിട്ട് ഞാൻ കരഞ്ഞുപോയി. സംസാരിച്ച് പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. സൂക്ഷ്മതയുടെ നിറകുടങ്ങളായിരുന്നല്ലോ അവരെല്ലാം. സൂക്ഷ്മതയുടെ താഴികക്കുടങ്ങളായിരുന്നു അവർ. ജാമിയ നൂരിയിൽ നിന്ന് പുറത്തിറങ്ങാൻ രാത്രിയിൽ ടോർച്ചില്ലാതെ വന്നപ്പോൾ, അതിന്റെ ചാർജ് തീർന്നു പോയപ്പോൾ തഅലീമിങ്ങൾ വന്ന് പറഞ്ഞു, ഉസ്താദേ, ഉസ്താദിന്റെ റൂമില് പിന്നെ ചാർജ് വെക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ, അത് ചെയ്തുകൂടായിരുന്നോ? ആ സമയത്ത് ബഹുമാന്യനും ആദരണീയനുമായ മഹാനായ കാളമ്പാടി ഉസ്താദ് പറഞ്ഞത്, ഇരുട്ടത്ത് ഞാൻ പോയി മറഞ്ഞു വീണാലും എന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വം ഇവിടത്തെ മുത്തഅല്ലിമീങ്ങൾക്ക് ഇൽമു പറഞ്ഞു കൊടുക്കലാണ്. അതിന്റെ ഒരു സെക്കൻഡ് പാഴാക്കി കളയാതെ ഞാൻ പറഞ്ഞു കൊടുക്കും. ഈ ബിൽഡിംഗ് അവർക്കുള്ളതാണ്, ഈ റൂം അവരുടെ ഉസ്താദായി എനിക്ക് കിടക്കാൻ വേണ്ടി തന്നതാണ്. അല്ലാതെ അതിന്റെ കറണ്ട് എടുത്ത് ചാർജ് ചെയ്യാനും അതിനൊന്നും എനിക്ക് അവകാശമില്ല. അതുകൊണ്ട് ആ വെളിച്ചം എനിക്ക് വേണ്ട. ഈ കോളേജിന്റെ കറണ്ടിൽ നിന്ന് ചാർജ് എടുക്കുന്ന ടോർച്ചിന്റെ വെളിച്ചം എനിക്ക് ഹറാമാണ് എന്ന് പറഞ്ഞ അത്ര സൂക്ഷ്മത കാണിച്ച മഹത്തുക്കളുടെ പിൻതലമുറക്കാരും അനുയായികളും അവരെ ഇഷ്ടപ്പെടുന്നവരുമായ നമ്മുടെ ജീവിത രീതി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. 50 പൈസ ഹൗദിൽ വീണപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് പൊട്ടിക്കരഞ്ഞു. കൂടെ നിൽക്കുന്ന ആള് പറഞ്ഞു, 50 പൈസക്ക് പകരം 50 രൂപ തരാം ഉസ്താദേ, നാണക്കേടല്ലേ? 50 പൈസക്ക് ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നത്. ഒരാളെ 2 രൂപ കൂലി കൊടുത്തിട്ട് ഹൗദിനകത്തിറങ്ങി ആ 50 പൈസ പുറത്തെടുപ്പിച്ചു. എന്തിനാ നിങ്ങൾ ഇതൊക്കെ പറയുന്നതെന്ന് ചിന്തിക്കും ഇല്ലേ? ഈ കാലഘട്ടത്തിൽ പിന്നെ വേറെ ആരെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു തരാൻ പറ്റും? രാഷ്ട്രീയ മേലാളന്മാർക്ക് ശിരസ് സമർപ്പിച്ചിട്ട് ഈ സമുദായത്തിനെ രക്തമൂറ്റി കുടിക്കാൻ നടക്കുന്ന കാപാലികന്മാരുടെ കഥ ഈ ഉമ്മത്തിന് പറഞ്ഞു കൊടുത്തിട്ട് ഒരു നാണയത്തൊട്ടിന്റെ കൂലിയും നിങ്ങൾക്കും എനിക്കും കിട്ടാൻ പോണില്ല. എന്തിനു പിന്നെ പറഞ്ഞ് സമയം കളയണം? ഇവരുടെ ഒരു ചരിത്രത്തിന്റെ ഒരു മിനിറ്റ് പോരെ നമ്മുടെ മനസ്സ് മാറാൻ, നമ്മുടെ ജീവിതം വൃത്തിയാകാൻ, നമ്മുടെ സമ്പത്ത് ശുദ്ധിയാകാൻ, നമ്മുടെ ഈമാനിന് ശക്തി വരാൻ. കണ്ണീത്ത് ഉസ്താദ് പറഞ്ഞു, 2 രൂപ കൂലിക്ക് ഒരാളെ കൊടുത്തിട്ട് ഇറക്കി ഹൗദിയിൽ നിന്ന് പൈസ എടുത്തു. എന്നിട്ട് പറഞ്ഞ വാക്കെന്താന്നറിയോ? ആ 50 പൈസ എന്റേതാണ്, അത് വെറുതെ വെള്ളത്തിലിട്ട് നശിപ്പിച്ച് കളഞ്ഞാൽ അള്ളാഹുവിനോട് ചോദ്യം ചെയ്യും. പണത്തിനോടുള്ള പ്രേമം കൊണ്ടല്ല 50 പൈസ തിരിച്ചെടുത്തത്. ഈ പൈസ ഞാൻ എന്തിന് വെള്ളത്തിലിട്ട് നശിപ്പിച്ചു? അള്ളാന്റെ കോടതി കണക്ക് പറയേണ്ടി വരും. ഉണ്ടോ? ഇവരൊക്കെ ഈ ചെയ്തതെന്തിനാ? ഇതിന് തന്നെയാണ്. നബിതങ്ങൾ പറഞ്ഞില്ലേ, അള്ളാന്റെ പൊരുത്തവും എന്റെ മഹബത്തും നിങ്ങൾക്ക് ലഭിക്കാൻ ഒന്നാമത് ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ജീവിക്കുക. എല്ലാ വിഷയത്തിലും നിങ്ങളൊരു യുവാവാണോ? എങ്ങനാണ് നിന്റെ യുവത്വം ചെലവഴിച്ചതെന്ന് ചോദിക്കുമ്പോ പട്ടാമ്പി പള്ളിപ്പുറത്തെ ചെറുപ്പക്കാരാ നിനക്ക് പറയാൻ പറ്റണ്ടേ? നിനക്ക് പറയാൻ കഴിയണ്ടേ? ചെറുപ്പക്കാരാ, പെങ്ങളെ, അല്ലാഹു പറഞ്ഞ യുവത്വത്തിന്റെ സമയം എങ്ങനെ ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് സന്തോഷത്തോടെ പറയാ കഴിയണ്ടേ? ചെറുപ്പക്കാരാ, എന്റെ മുമ്പിലിരിക്കുന്ന കുടുംബനാഥന്മാരോട് ഭാര്യയെ നോക്കുന്ന, മക്കളെ നോക്കുന്ന ഉമ്മയും ബാപ്പയും എന്റെ ചിലവിലാണ് കഴിയുന്നതെന്ന് അഭിമാനത്തോടെ പറയുന്ന ഉപ്പ, നിങ്ങളൊരു കുടുംബത്തിന്റെ നെടുന്തൂണാണ്. കുടുംബനാഥനാണെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുത്താ മാത്രം പോരാ, അവർക്ക് പാർക്ക്
ഉറക്കാൻ പാർപ്പിടം കൊടുത്താ മാത്രം പോരാ, അവർക്ക് സഞ്ചരിക്കാൻ മനോഹരമായ വാഹനം കൊടുത്താ മാത്രം പോരാ, അവരോടുള്ള ദീനീപരമായ ഉത്തരവാദിത്വം നീ എങ്ങനെ പുലർത്തിയെന്ന് അർഹമുറഹീമായ റബ്ബ് നാളെ ചോദിക്കുമ്പോ ഒരു പ്രവാചക പ്രേമിക്ക് പറയാ മറുപടി ഉണ്ടാകണം. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, കാന ഖുൽഖുൽ ഖുർആൻ, എന്റെ റസൂലുള്ളാഹിയുടെ സ്വഭാവം ഖുർആനായിരുന്നു. എന്റെ വീട്ടിന്റെ അകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചത് എങ്ങനെയാണോ ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണ് ജീവിച്ചതെന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുമ്പോ പേടിയാകുന്ന പള്ളിപ്പുറത്തുകാര്, അല്ലാഹുവേ ഒരു പ്രഭാഷകൻ എന്നുള്ള രീതിയിലുള്ള ഉത്തരവാദിത്വം എങ്ങനെ പുലർത്തിയെന്ന് അല്ലാഹു നാളെ നൗഷാദ് വാക്കവിയോട് ചോദിക്കുമ്പോ, ഒരു സ്ഥാപനത്തിന്റെ നെടുംതൂണായിട്ട് എന്ത് ചെയ്തു എന്ന് പ്രിൻസിപ്പൽമാരോട് അല്ലാഹു ചോദിക്കുമ്പോ, ഒരു 100 മുത്തഅല്ലിമീങ്ങളെ കയ്യിൽ കിട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ ഹുദവി എന്റെ സരസിന്റെ മുമ്പിലുണ്ട്. ആ ഹുദവിയോട് ചോദിക്കുകയാണ്, അല്ലാഹു അറിവ് തന്നിട്ട് കുറെ മുത്തഅല്ലിമീങ്ങളെ തന്നിട്ട് എങ്ങനെയാണ് നീ ഉത്തരവാദിത്വത്തോടു കൂടി കൈകാര്യം ചെയ്തതെന്ന് ചോദിക്കുമ്പോ, എന്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരാ എങ്ങനെ മക്കളെ വളർത്തിയെന്ന് ചോദിക്കുമ്പോ, എങ്ങനെ ഭർത്താവിന് ഖിദ്മത്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോ, എങ്ങനെ പരിശുദ്ധമായ ദീനിന്റെ ഖാദിമീങ്ങളായി ഉത്തരവാദിത്വ ബോധത്തോടെ ജീവിച്ചു എന്ന് പടച്ചതമ്പുരാന്റെ ചോദ്യം വരുമ്പോ എന്തു മറുപടി പറയും പ്രിയപ്പെട്ടവരെ, എന്തു മറുപടി പറയും പ്രിയപ്പെട്ടവരെ? ചിന്തിക്കുക. യഥാർത്ഥ പ്രവാചക പ്രേമി നല്ല കുടുംബനാഥനാണ്, യഥാർത്ഥ പ്രവാചക പ്രേമി നല്ല യുവാവാണ്, യഥാർത്ഥ പ്രവാചക പ്രേമി നല്ലതുപോലെ സ്വലാത്ത് ചൊല്ലുന്നവള് മാത്രമല്ല നല്ലതുപോലെ ജീവിക്കുന്നവളാണ്. യഥാർത്ഥ പ്രവാചക പ്രേമിയാറെ പെണ്ണ് വാതിന് വരുമ്പോ തല മുഴുവനും മറച്ച് സർക്കസ് കാണാൻ പോകുമ്പോ തല മറക്കാതെ പോകുന്ന പെണ്ണല്ല. യഥാർത്ഥ പ്രവാചക പ്രേമിയാറ് ചെറുപ്പക്കാർ വാതിന് വരുമ്പോ പൊട്ടിക്കരന്നിട്ട് ന്യൂയറും ചെന്ന് കള്ളുകുടിക്കുന്നവനല്ല. യഥാർത്ഥ പ്രവാചക പ്രേമി യതീമിന്റെ സ്വത്ത് കയ്യിട്ട് വാരുന്നവനല്ല. യഥാർത്ഥ പ്രവാചക പ്രേമി പലിശയ്ക്ക് കൊടുക്കുന്നവനല്ല. അതുകൊണ്ട് ഈ റബീഉൽ അവ്വൽ നിങ്ങളെ സംസ്കരിക്കട്ടെ. ഈ റബീഉൽ അവ്വൽ നിങ്ങൾക്ക് മാറ്റത്തിന്റെ മാറ്റം മുടക്കുന്ന പടക്കുതിരകളായി മദീനയിലേക്ക് പാഞ്ഞു പോകുന്ന ഈമാനിന്റെ വക്താക്കളാക്കി നിങ്ങളെ മാറ്റട്ടെ. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, ഏറ്റവും നല്ല ഉത്തരവാദിത്വ ബോധമുള്ളവരായി മാറുക. അവർക്കാണ് പടച്ചവന്റെ തൃപ്തി കിട്ടുന്നത്, അവർക്കാണ് റസൂലുള്ളാഹിയുടെ ഇഷ്ടം കിട്ടുന്നത്. അങ്ങനെ ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്ക് വരാ അല്ലാഹുവേ നീ ഭാഗ്യം തരണേ അല്ലോ. നല്ല ഒരു പിതാവ്, നല്ല ഒരു ഭർത്താവ്, നല്ല ഒരു സഹോദരൻ, നല്ല ഒരു ഭാര്യ, നല്ല ഒരു മകൻ, ഒരു മകൾ, ഒരു ഉമ്മ, ഒരു വാപ്പ, ഇത് നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ യഥാർത്ഥ പ്രവാചക പ്രേമി അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മുടെ ഉസ്താദന്മാരെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ ഉസ്താദിനെ കുറിച്ച് നമ്മൾ പറയുന്നത് നല്ല ഒരു ഗുരുനാഥനാണ് എന്ന് പറയാൻ കാരണം പ്രവാചക പ്രേമിയായതുകൊണ്ട്. എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എന്തൊരു സ്നേഹമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരെങ്കിലും മുസാഫഹത്ത് ചെയ്താൽ അവര് കൈയെടുക്കുന്നത് വരെ അദ്ദേഹം കൈയെടുക്കൂല എന്നാണ്. അപ്പൊ ഞങ്ങളിപ്പോ കാപ്പിൽ ഉമർ ഉസ്താദിനെ കാണാൻ പോയാൽ കയ്യിൽ ഇങ്ങനെ ഒറ്റ പിടുത്താണ്. ഞങ്ങൾ കൈ വിട്ടാലും വിടൂല, അമർത്തി പിടിച്ചിട്ടൊരു പിടുത്താണ്. ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു എന്ന് പറയുന്നത് വരെ ആ വിരലുകൾ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ തന്നെ പിടിച്ച് ഏറ്റവും അധികം ഇഷ്ടമുള്ളവർ ഒന്നാൽ അമർത്തി പിടിക്കും. കാരണം അത് തൊലികൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന ഒരു മാനസികമായ സന്തോഷമാണ്. സാധാ ശിഷ്യന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് കുറെ നേരം തളർന്ന് കിടക്കുമ്പോ, ക്ഷീണിച്ച് കിടക്കുമ്പോ, അല്ലാഹുവേ അത് യഥാർത്ഥ പ്രവാചക പ്രേമി ആയതുകൊണ്ടാ നമുക്ക് കഴിയണ്ടേ എങ്ങനെ അല്ലേ? നല്ലൊരു കുടുംബനാഥൻ, ഭാര്യ ഒന്നും പറയാത്ത നല്ല സ്നേഹമുള്ള ഒരു ഭർത്താവ്, ഭർത്താവിനൊന്നും പറയാത്ത നല്ല ഇഷ്ടമുള്ള ഒരു ഭാര്യ എന്ന് പറഞ്ഞ എല്ലാ തെറ്റും കണ്ടുകൊണ്ടാ നിൽക്കണമെന്നല്ല. ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു, അയാൾ നിരന്തരം വീട്ടിൽ ഭാര്യ എന്ത് കൊണ്ടുവച്ചാലും കുറ്റം പറയുന്ന ആളാണ്. ഭക്ഷണം കൊണ്ടുവച്ചാൽ കുറ്റം പറയും, ചോറ് കൊണ്ടുവച്ചാൽ കുറ്റം പറയും, കറി കൊണ്ടുവച്ചാൽ കുറ്റം പറയും, സാമ്പാർ വെച്ചാൽ പ്രശ്നം, രസം വെച്ചാൽ പ്രശ്നം, എന്ത് ചെയ്താലും പ്രശ്നമാണ്. അങ്ങനെ അയാളന്ന് ജുമയ്ക്ക് പള്ളിയിൽ പോയപ്പോൾ ജുമാ നിസ്കാരത്തിന് ശേഷം ഉസ്താദിന്റെ പ്രസംഗം കുടുംബജീവിതമായിരുന്നു. ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ ഒരു വിഷയം കേട്ടില്ലെങ്കിലും ഇത് പിരിവൊന്നുമില്ല, ദയവ് ചെയ്ത് 10 മിനിറ്റ് കേട്ടിട്ടേ പോകും. അപ്പൊ അദ്ദേഹം വിചാരിച്ചു, ഇങ്ങനെ ഉസ്താദ് ഇത്ര ഒരു മുൻഗണനയോടുകൂടി ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ട് പറയുമ്പോൾ പൈസ പോണ കേസൊന്നും അല്ലല്ലോ, അതുകൊണ്ട് ഒരു 10 മിനിറ്റ് ഇരുന്നേക്കാ എന്ന് കരുതി അങ്ങനെ ഇരുന്നു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർ കൊണ്ടുതരുന്ന ഭക്ഷണം കറിയൊക്കെ നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ സന്തോഷമാണ്. ടേസ്റ്റ് ഇല്ലെങ്കിലും നിങ്ങൾ പറയണം നല്ല രസമായിരുന്നു എന്ന് പറയണം, അവർക്ക് വലിയ സന്തോഷമാവും.
ഇയാൾ വിചാരിച്ചു കുറേ കാലമായി, കല്യാണം കഴിഞ്ഞിട്ട് എത്രയും വർഷമായി, ഇതുവരെ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, ഇന്നൊന്ന് പറയാം. ഉസ്താദ് പറഞ്ഞ പോലെ ഒരു സന്തോഷം ജീവിതത്തിൽ ഉണ്ടാകുന്നെങ്കിൽ ആയിക്കോട്ടെ, വലിയ പൈസ ചിലവൊന്നുമില്ലല്ലോ, ഭാര്യയ്ക്കൊരു സന്തോഷം ഫ്രീ ആയിട്ട് കിട്ടട്ടെ, പാവമല്ലേ, കുറേ കാലം കൊണ്ട് തുണി അലക്കി കൂടെ നിൽക്കല്ലേ. അങ്ങനെ ഇയാൾ വീട്ടിൽ ചെന്നു. ഭാര്യ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി മുമ്പ് കൊണ്ടുവയ്ക്കുകയാണ്. ഭാര്യ ഭക്ഷണവും പാത്രത്തിൽ ചോറും അതുപോലെ തന്നെ കറികളൊക്കെ മുമ്പ് കൊണ്ടുവന്ന് വെച്ചു. അപ്പൊ ഇയാൾ Mind is blowing, Muthuswami. 20% off. Book now at Mandala.com. Your baby's hair is as soft as a feather. So let's put Johnson's Baby Shampoo to test on a feather. First, take 2 feathers, wash 1 feather with Johnson's Baby Shampoo and the other with a hard shampoo. Johnson's Baby Shampoo gently cleans and protects from day 1. Choose products with baby-safe ingredients. Johnson's Promise from day 1. പതിവിന് വിപരീതമായി ഓരോ പിടി ഭക്ഷണം ബാക്കിയത്ത് വെക്കുമ്പോൾ ഇയാൾ പറയും, ഇതൊരു ടേസ്റ്റാ, വല്ലാത്ത പുണ്യം തന്നെ നിന്റെ കയ്യിൽ, ഇന്നും പതിവില്ലാത്ത ടേസ്റ്റ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞു. ഭാര്യ ദേഷ്യം ഒന്ന് പാത്രവും കറിയും ചോറും എടുത്ത് മുറ്റത്തൊരൊറ്റ ഏറും. എന്നിട്ട് പറയാ, ഇയാൾ എപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത്രയും കാലം 10-12 കൊല്ലം ഞാനിവിടെ വെച്ച് വിളമ്പി തന്നിട്ട് കുറ്റം പറഞ്ഞിട്ട് ഇന്ന് ഞാനിവിടെ കറിയും ചോറും ഇല്ലാത്തതുകൊണ്ട് അപ്പുറത്ത് ചൈനവാടന്ന് ഇച്ചിരി കടമാറ്റുകൊണ്ടെന്ന് ഇവിടെ വെച്ചതാ. അപ്പൊ നിങ്ങൾക്ക് അയാൾക്ക് അത് വലിയ പിടിച്ചു പോയെങ്കിൽ ഇനി മുതൽ ഈ വീട്ടിനകത്ത് കയറ്റില്ല എന്ന് പറഞ്ഞ് പുറത്താക്കി. ഉത്തരവാദിത്വ ബോധം കാണിക്കുമ്പോൾ അതിന് ചില ടൈമുകളുണ്ട് അല്ലേ? നമ്മൾ ചിന്തിച്ചിട്ട് സങ്കടത്തോട് ഉത്തരവാദിത്തത്തോട് നമ്മൾ ആലോചിച്ചാൽ മതി. പടച്ചവനെ, ഞാനൊരു നല്ല ഭർത്താവല്ലേ? ഞാനൊരു ഡ്യൂപ്ലിക്കേറ്റ് ആണോ? ഞാന് കുറച്ച് നാൾ കഴിയുമ്പോൾ 1500 നോട്ട് പോലെ എടുക്കാത്തതാവോ? അല്ലാഹു, ഞാൻ എന്റെ ഭാര്യയുടെ മുമ്പിൽ അഭിനയിക്കുകയാണോ? എന്റെ മക്കളുടെ മുമ്പിൽ ഞാനൊരു അഭിനേതാവാണോ? എന്റെ നാട്ടുകാരുടെ മുമ്പിൽ ഞാനൊരു കള്ള സന്യാസിയാണോ, ഒരു കപടനാണോ എന്ന് ചിന്തിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാറണം. അങ്ങനെയാണെങ്കിൽ മാറണം. യഥാർത്ഥ പ്രവാചക പ്രേമിക്ക് അങ്ങനെ ആകാൻ കഴിയില്ല. എത്ര ഗൗരവമുള്ള വാക്കാണ് ഹരം റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. രണ്ടാമത്തെ വാക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വസ്തഖൂ ഇദാ ഹദ്ദസ്തും, സംസാരിച്ചാ നിങ്ങൾ സത്യം മാത്രമേ പറയാവൂ, എന്തു പറഞ്ഞാലും നിങ്ങൾ സത്യമേ പറയാവൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എവിടെയും സത്യം പറയാ നിങ്ങൾ മനസ്സ് കാണിക്കുക. ചില ആളുകളെ കാണുമ്പോ സത്യം മറച്ചു വെക്കല്ലേ. ചില സ്ഥലത്ത് പോകുമ്പോ ഒരു സത്യം, വേറെ സ്ഥലത്ത് പോകുമ്പോ വേറെ സത്യം, അങ്ങനെ പറയല്ലേ. അത് കള്ളന്റെ അടയാളമാണ്, കപടന്റെ അടയാളമാണ്. അതുകൊണ്ട് എവിടെ പോയാലും നിങ്ങൾ പറയാനുള്ള സത്യം ഉള്ളു തുറന്നുകൊണ്ട് പറയുക. അതുകൊണ്ടാണല്ലോ സുബ്ഹാനല്ലാഹ്, സിറിയന്റെ മണ്ണിൽ പാവപ്പെട്ട ഒരു വിശ്വാസിയെ പച്ചമണ്ണിൽ കുടിച്ചു മൂടിയ നിങ്ങൾ കണ്ടല്ലോ. പാവപ്പെട്ട ഒരു വിശ്വാസിയെ കൊണ്ടുവരികയാ. അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കയ്യും കാലും പിടിച്ച് വലിച്ചടച്ചു കൊണ്ടുവരുമ്പോഴും ആ സിറിയയുടെ മണ്ണിൽ കിടന്നയാൾ പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറബ് ലോകത്ത് നടന്ന ഏറ്റവും വലിയ കാടത്തം പോലെ അല്ലാഹുവേ, സിറിയൻ ജനതയെ നീ സഹായിക്കണേ അല്ലാ. അവരെ കഷ്ടപ്പാട് മാറ്റിക്കൊടുക്കണേ അല്ലാ. അവരെ പ്രയാസങ്ങൾ നീക്കണേ അല്ലാ. പട്ടാമ്പി പള്ളിപ്പുറത്ത് വന്ന പ്രിയപ്പെട്ടവരെ, ആഴ്ചപ്പതിപ്പ് വായിച്ച് രസമുള്ള കഥയും നോവലും വായിക്കുന്ന സമയത്ത് ലോകവിവരമറിയുന്ന കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കണം പെങ്ങളെ. നമ്മുടെ രാജ്യത്ത് അല്ലാഹു തന്നിരിക്കുന്ന സമാധാനത്തിന്റെ അന്തരീക്ഷം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാം. എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടതെന്ന് ചിന്തിക്കണം പെങ്ങളെ. സിറിയന്റെ മണ്ണിൽ പാവപ്പെട്ട വിശ്വാസിയെ കൊണ്ടുവന്ന് ഒരു വലിയ പടുകൂറ്റം കുഴിയെടുത്തിട്ട് ആ കുഴിക്കകത്തിറക്കി നിർത്തുകയാണ്. അല്ലാഹുവേ, ജീവനില്ലാത്ത ഒരു ശരീരത്തിൽ പോലും മണ്ണ് വാരിയിടാൻ മടി വിചാരിക്കുന്ന പട്ടാമ്പിക്കാരാ, ജീവനില്ലാത്ത ശരീരത്തിന്റെ മുകളിൽ പോലും പച്ചമണ്ണ് വാരിയിടാ കൈവറയ്ക്കുന്ന മുസ്ലിമേ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറന്നുകൊണ്ടിരിക്കുന്നവന്റെ ശരീരത്തിലേക്ക് മണ്ണിടുകയാണ്. അയാൾ കരയുന്നില്ല, അയാൾ പേടിക്കുന്നില്ല. ഞാൻ
പറയുന്നത് സത്യമാണെന്ന് 101 വട്ടമുറപ്പുള്ളത് കൊണ്ട് ആ സത്യസാക്ഷ്യം പറഞ്ഞ് മരിച്ചുപോയോ എനിക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ വിജയമുണ്ടാകുമെന്ന് ഉറപ്പിച്ച ആ മഹാനായ മനുഷ്യന്റെ ശരീരത്തിൽ പച്ചവെണ്ണെറിയുമ്പോൾ ആ പ്രിയപ്പെട്ട സഹോദരനോട്, ആ സിറിയൻ ജനതയുടെ ആ പ്രിയപ്പെട്ട വിശ്വാസ സമുദായത്തിന്റെ സഹോദരനോട് അവിടുത്തെ അക്രമകാരികൾ പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയല്ലേ, ലാ ഇലാഹ ഇല്ലാ ബശർ എന്ന് പറയുക. ബശർ ലസർ എന്ന് പറയുന്ന സിറിയയുടെ ബശർ ലസർ എന്ന് പറയുന്ന സിറിയയിലെ സ്വച്ഛാധിപതിയായ, മനസ്സിൽ കരുണയില്ലാത്ത, മനസ്സിൽ മാലിന്യ കൂമ്പാരം കൊണ്ട് നിറഞ്ഞ സ്വച്ഛാധിപതിയായ ബശർ ലസറിന്റെ പേര് പറയുക എന്ന് പറയുമ്പോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സത്യം വിളിച്ചു പറഞ്ഞിട്ട് ശരീരത്തിലേക്ക് മണ്ണ് വീണ കുടിക്കകത്ത് കിടന്നുകൊണ്ട് മരണപ്പെടുമ്പോ, മലപ്പുറം ജില്ലയുടെ കൊടിഞ്ഞിയിൽ നിങ്ങൾ കണ്ടില്ലേ, മലബാറിന്റെ മണ്ണിലെ കൊടിഞ്ഞിയിൽ നിങ്ങൾ കണ്ടില്ലേ, ഷഹാദത്ത് കലിമ പറഞ്ഞ സുജൂദിന്റെ സുഗന്ധം പറഞ്ഞു പോയ കൃഷ്ണൻകുട്ടിയുടെ മകനായ അനിൽകുമാർ ഫൈസലായി പോയപ്പോ അതേ തന്റെ പ്രിയപ്പെട്ട മക്കള് ഷഹാദത്ത് കലിമ പറഞ്ഞപ്പോ ആ മക്കള് സലാത്ത് ചെല്ലാൻ തുടങ്ങിയപ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ നിസ്കരിക്കാൻ തുടങ്ങിയപ്പോ ഫൈസലിന്റെ മനസ്സിന് കിട്ടിയ സന്തോഷം എത്രയാ. ഞാനും നിങ്ങളും എത്ര കൊല്ലം നിസ്കരിച്ചു പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകളൊന്ന് നനഞ്ഞിട്ടുണ്ടോ, നമ്മുടെ മനസ്സിന് കുളിർമ വന്നിട്ടുണ്ടോ? എന്നാ ഫൈസലിന്റെ കുടുംബക്കാര് പറയുകയാ, മുസ്ലിം ആയതിനു ശേഷം ഓരോ വഖഫ് നിസ്കാരം കഴിഞ്ഞും ഫൈസൽ ദുആരക്കുമ്പോ കണ്ണിലൂടെ കണ്ണീരിങ്ങനെ ഒഴുകുമായിരുന്നെന്നാണ്. ഹിദായത്ത് തന്ന അല്ലാഹ്, അൽഹംദുലില്ലാഹ്. വിദേശ രാജ്യത്തെ ഫൈസലിന്റെ കഫീല് പറഞ്ഞു, മോനെ രാജ്യം വളരെ മോശമാണ്, ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു ചെന്നിട്ട് നിന്റെ ഷഹാദത്തിന്റെ സത്യസന്ധത നീ തുറന്നു പറയല്ലേ മോനെ, എന്നാ നിന്നെ അവര് കൊന്നുകളയുമെന്ന് അറേബ്യൻ രാജ്യത്തിന്റെ കഫീല് പറയുമ്പോ, അങ്ങനെ തുറന്നു പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ കപടനായി പോവില്ലേ, ഞാൻ ഭീരുവായി പോവില്ലേ, ഞാൻ കള്ളനായി പോവില്ലേ? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മഹബ്ബത്ത് കിട്ടും അടയാളം. സത്യം നിങ്ങൾ പറഞ്ഞോ, എവിടെയും പറയുക, പോയാലും സത്യം പറയുക. ആ ഫൈസൽ എന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ സത്യം തുറന്നു പറഞ്ഞില്ലേ, ആരെയും ഒളിച്ചില്ല, ആരെയും പേടിച്ചില്ല, ഇസ്സത്തോടെ ആൺകുട്ടികളെ പോലെ നെഞ്ചു വിരിച്ച് നടന്നു പോയപ്പോ അള്ളാന്റെ മാലാഖമാര് വന്ന് ഷഹീദിന്റെ പച്ചക്കോട്ടണിഞ്ഞ് കൊണ്ടുപോയെങ്കിൽ 3 മക്കൾ യതീമായെങ്കിൽ എന്താ? കരയണ്ട മക്കളെ, കരയണ്ട. ഫൈസൽ എന്ന വാപ്പയെ കാണാറില്ലെന്ന് പറഞ്ഞ് കരയണ്ട. വാപ്പ കൊണ്ടുവരുന്ന സമ്മാനപ്പൊതിയെക്കാളും വലുത് ഈ ഉമ്മത്തിന് ഒരു പക്ഷേ തരാൻ കഴിയില്ലെങ്കിലും ആരംഭ റസൂല് തരുമ്പോളെ തന്റെ സഹാബത്തിന് നബിതങ്ങൾ കൊടുത്ത വാക്കാണ്. സത്യം തുറന്ന് പറയുന്നവർക്ക് റസൂലുള്ളാഹിയുടെ മഹബ്ബത്തുണ്ടെന്നാണ്. സത്യം എവിടെയും തളരാതെ പറയുന്നവർക്ക് നബിതങ്ങളുടെ പൊരുത്തമുണ്ടെന്നാണ്. അതുകൊണ്ട് തളരണ്ട മക്കളെ, തളരണ്ട മക്കളെ. ഫൈസലിന്റെ വിധവയായ പ്രിയപ്പെട്ട പെങ്ങളെ, നീ ഭാഗ്യവതിയാണ്. നീയില്ലാതെ ഫൈസലിന് സ്വർഗമോ, നീയില്ലാതെ ഫൈസലിന് സ്വർഗീയ ആനന്ദമോ, നീയില്ലാതെ ഫൈസലിന് സ്വർഗീയ രസമോ ഇല്ല പെങ്ങളെ, ഇല്ല. നീയില്ലാതെ ഫൈസലിന് സ്വർഗമില്ല. ഫൈസലിന്റെ അരുമ മക്കള്, പിഞ്ചു മക്കള്, അല്ലാഹുവേ ഇളയ പൊന്നുമോളെ നിങ്ങളൊന്ന് കാരണം എന്റെ പട്ടാമ്പിക്കാരെ. പനിനീർ പൂക്കൾ ഇങ്ങനെ വിരിച്ചു നിൽക്കുന്ന പോലെ പുഞ്ചിരിച്ചു കൊണ്ടുപോടി അടുത്ത് വന്ന് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ അത് പറയാനുള്ള ഭാഗ്യം കൊടുത്തൊരു ഫൈസലല്ലേ. ആ ഫൈസല് സത്യം തുറന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ മാർഗത്തേക്ക് കൊണ്ടുപോരെങ്കില് കണ്ടവന്റെ ചാണകം മണക്കുന്ന നോട്ടുകെട്ടിന് വേണ്ടിയിട്ട് ആദർശത്തെ ചവിട്ടി പേക്കുന്ന ഈ കാലഘട്ടത്തിലെ കാപാലികന്മാരുണ്ടോ? അവര് മുനാഫിക്കീങ്ങളാണ്, കപടന്മാരാണ്. ആണത്തത്തോടെ ഇസ്സത്തോട് ആദർശ വിശുദ്ധി തുറന്ന് പറയുന്നവരാണ് യഥാർത്ഥ പ്രവാചക പ്രേമികളെന്ന് ഈ ചരിത്രത്തിലൂടെ എന്ന് പ്രിയപ്പെട്ടവര് മനസ്സിലാക്കിക്കോ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ തന്റെ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ. മൂന്നാമത്തെ എന്തെന്നറിയുമോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഇഷ്ടവും പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടവും നിനക്ക് കിട്ടണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അയൽവാസികൾ കരയാൻ പാടില്ല. അയൽവാസി ഈ മൂന്ന് കാര്യം എത്ര ഉത്തരവാദിത്വത്തിലാണ് റസൂലുള്ള പറഞ്ഞു കൊടുത്തത്. നമ്മൾ നബിദിനം കഴിഞ്ഞിട്ടും ഇതറിയാതെ പോയല്ലോ.
നബിദിനാഘോഷം കഴിഞ്ഞിട്ട് നമ്മൾ അറിയാതെ പോയല്ലോ. എന്നാൽ ഹുബ്ബുർ റസൂൽ പട്ടാമ്പിയിൽ ഒരു ചരിത്രം സൃഷ്ടിക്കാൻ പോവുകയാണ്. മനംമാറ്റത്തിന്റെ മാറ്റിന് മുഴങ്ങുന്ന സരസായി ദാറുൽ അൻവാർ എന്ന സ്ഥാപനത്തിന്റെ തിരുമുമ്പിലെ സരസ്. അല്ലാഹുവേ നീ മാറ്റണേ അല്ലോ, നീ മാറ്റണേ അല്ലോ. അയൽവാസികളെ കരയാൻ പാടില്ല, അയൽവാസികൾ സങ്കടപ്പെടാൻ പാടില്ല, അയൽവാസികൾ നൊമ്പരം അനുഭവിക്കാൻ പാടില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കിന്റെ വീര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എത്ര സത്യസന്ധമായിട്ടാണ് നമ്മൾ അത് ഉൾക്കൊള്ളേണ്ടത്. എത്രയോ വൃത്തിയോടെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും അത് അംഗീകരിക്കേണ്ടത്. ബഹുമാനപ്പെട്ട ജരീർ റളിയല്ലാഹു അൻഹു പറയാൻ, പരിശുദ്ധ റബീഉൽ അവ്വലിൽ പ്രവാചക പ്രകീർത്തനം ആഘോഷമാക്കുന്ന പ്രിയപ്പെട്ടവരെ, ജരീർ റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ എന്റെ മുത്തുനബിയിൽ നിന്ന് കണ്ട അത്ഭുതകരമായ സ്വഭാവം 4 സ്വഭാവങ്ങളാണ്. വളരെ അത്ഭുതമായിരുന്നു അത്. ആ 4 സ്വഭാവം എന്തൊക്കെയായി? 3 ഗുണങ്ങളായി. 4 സ്വഭാവം പറയാൻ പോകുന്നു. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടവരൊക്കെയും അനേകം പ്രാവശ്യം പാരായണം ചെയ്തിരുന്ന ഒരു സൂറത്തുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നാളെ പറഞ്ഞു തരുള്ളൂ. നാളെയാണ് അതിന്റെ സമാപനം. അപ്പൊ നാളെ പറഞ്ഞു തരും. അല്ലാഹു തആല അത് പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് തരട്ടെ.